അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു പിക്നിക്കായിട്ട് പോവുകയാണ്. ഇവിടുന്ന് ഒരു 1.5 hours ഡ്രൈവ് ഉണ്ട്. ഒരു മിൽനെ ഡാം പാർക്ക് എന്ന് പറയും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷേ ഞങ്ങൾ ഡാമൊന്നും കാണാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും 10:30ക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ 407 ആണ് എടുത്തത്. പിന്നെ കയ്യിൽ ട്രാൻസ്പോണ്ടർ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പം പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹൈവേ എടുത്തുകൊണ്ടാണ് വന്നത്. 407 എടുത്തുകൊണ്ട് പെട്ടെന്ന് ഇവിടെ എത്തി. 407 പെയ്ഡാണ് നമുക്ക്. ഈ പാർക്കിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് ലേക്കാണ് കേട്ടോ. അതെ, അതാ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് നാട് ഓർമ്മ വരും കേട്ടോ. ശരിക്കും പച്ചപ്പ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ പോയി എടുത്തതാണ്. ഇത് പിന്നെ വാഷ്റൂമാണ് നിങ്ങൾ കാണുന്നത്. ഇത് എല്ലാ പാർക്കിലും ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാത്റൂം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും ഫുഡുകളും എല്ലാം വെളിയിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ല. ഓരോരുത്തരും ഓൺ ദ വേ ആണ്, വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പം ഉള്ളവർക്ക് വേണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മമാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞങ്ങൾ എന്താ ഇഡ്ഡലിയും പിന്നെ കുറേ സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ടേബിളിൽ ഇടാനുള്ള ക്ലോത്ത് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലി അമ്മമാർക്കൊക്കെ കൊടുത്തു. ഞങ്ങളെല്ലാവരും സാൻഡ്വിച്ചാണ് കഴിച്ചത്. സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ചും വെജിറ്റേറിയൻ സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും വിശപ്പാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ചെറുതായിട്ട് കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഉള്ളവരൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഉള്ളവർക്കൊക്കെ കൊടുത്തു. ബാക്കിയുള്ളവർ വരുമ്പോൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും സാൻഡ്വിച്ചും എല്ലാം കഴിച്ചു. അപ്പം ഞങ്ങൾ ഇതേ കണക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളവും ജ്യൂസും പിന്നെ സ്നാക്കും എല്ലാം കൊണ്ടാണ് വരുന്നത്. ഒരു ഹോൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വരുന്നതല്ലേ. അപ്പോൾ എല്ലാം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ഫുഡിൻ്റെ ഐറ്റംസ് ഒരുപാടായിപ്പോയി കേട്ടോ. അങ്ങനെ ഇത് മൊത്തം ബാർബിക്കിനുള്ള സാധനമാണ്. അത് വൈകിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കൂളറിൽ വെച്ചൊക്കെയാണ് ലെറ്റസും ബ്രെഡും ഒക്കെ. അത് കണക്കുള്ള കണ്ടെയ്നർ 2-3 കണ്ടെയ്നർ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിനും പിന്നെ വേറൊരു കൂളറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചെയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇട്ടിരിക്കാൻ വേണ്ടി. അത് എല്ലാവരും കൊണ്ടുവരുന്നത് തന്നെയാണ്, നമ്മളായിട്ട് കൊണ്ടുവരുന്നതല്ല. ഇവിടെ വരുന്ന എല്ലാവരും പാർക്കിലൊക്കെ വന്നിരിക്കുന്നവരെല്ലാം കൊണ്ടുവരും, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡാം കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേ ഡാം കാണണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട് കേട്ടോ നടക്കാൻ. അപ്പോൾ ഒരാൾ ഇതേ ഇവിടെ റെജിയെ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളും കൂടെ വന്നപ്പോഴത്തേക്കും ഞങ്ങളിവിടെ എല്ലാവരും കൂടെ തിരിച്ചു. അപ്പം അമ്മമാരൊന്നും വന്നില്ല, അവരൊക്കെ അവിടെ ഇരിക്കുന്നു. അവരെ കൊണ്ട് ഇത്രയും നടക്കാൻ പറ്റില്ല. പിന്നെ എല്ലാം ട്രീസിൻ്റെ അടിയിൽ ഇതേ കണക്ക് ബെഞ്ചും ഡെസ്കും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമുക്ക് അവിടെ നമുക്ക് വന്ന് ഇരിക്കാം കേട്ടോ. വലിയ വലിയ മരങ്ങളാണ്. അപ്പം നല്ല തണലാണ് ഇത്. അപ്പോൾ ഇത് പിന്നെ ഷാജിയുടെ പെറ്റാണ്. നമ്മുടെ ലൂണ എന്നാണ് പേര് കേട്ടോ. അപ്പം ലൂണയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ കാണുന്നത് എന്താണെന്നറിയാം, ക്രാബ് ആപ്പിളാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. ക്രാബ് ആപ്പിൾ ഇങ്ങനെ അധികം ആരും ഇവിടെ കഴിക്കാറില്ല, പക്ഷെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരെണ്ണം പറിച്ച് കഴിച്ചുകൊണ്ട് പോയി കേട്ടോ. ആപ്പിളിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് പിക്കിളൊക്കെ ഇടാൻ നല്ലതാണ് കേട്ടോ. അങ്ങനെ ക്രാബ് ആപ്പിളൊക്കെ ഞങ്ങൾ പറിച്ച് കഴിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് നടത്താൻ തുടങ്ങി. ഒരുപാടുണ്ട് നടക്കാൻ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിൽ കൂടിയാണ്. ഇവിടെ സൈക്ലിങ്ങിനും വാക്കിങ്ങിനും ഹൈക്കിങ്ങിനും ഒക്കെയാണ് ആൾക്കാർ വരുന്നത് കേട്ടോ. പാർക്കിലിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ ഫിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇത് കണക്ക് പാലം നീളത്തിൽ, ഒരുപാട് കണ്ണു കാണാത്ത നീളത്തിലാണ് ഇത് കിടക്കുന്നത്. ഇതിൻ്റെ എൻഡ് എനിക്കറിയില്ല എത്രയുണ്ടെന്ന്, ഞങ്ങളങ്ങ് എൻഡ് വരെ പോയിട്ടില്ല. പിന്നെ ഈ പാലത്തിൻ്റെ 2 സൈഡിലും റൂഷ് റിവറാണ് ഒഴുകുന്നത് കേട്ടോ. പിന്നെ ഒരു വെറ്റ്ലാൻഡും കൂടിയാണിത്. 2 സൈഡും നനവാണ്, ഇങ്ങനെ നനഞ്ഞ് എപ്പോഴും കിടക്കുകയാണ്. പിന്നെ അടുത്തടുത്ത് തന്നെ ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ടതാണ്. പിന്നെ നമ്മൾ ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊന്ന് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ നടന്ന് ഒരു പരുവായി. ഏതാണ്ട് ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട് ഈ പാർക്കിൽ നിന്ന് ഡാം കാണാൻ പോകാൻ വേണ്ടി. അപ്പോൾ നടക്കുവാണ് കേട്ടോ, എത്തിയിട്ടില്ല. ഓരോരുത്തർ സ്ലോ ഡൗൺ ആയി, പതുക്കെ നടന്ന് പതുക്കെയായി ഓരോരുത്തർ. കുറച്ച് നടക്കാനൊരു കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ, നല്ലൊരു എക്സസൈസും കൂടിയാട്ടോ. അങ്ങനെ കുറച്ച് ദൂരം കൂടി നടന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു കുട്ടിയാണെങ്കിൽ ഒരു വലിയൊരു ഡോഗിനെയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു, പെറ്റാണ്. അപ്പം ഞാൻ പെർമിഷൻ ചോദിച്ചു, ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് ഇരുത്തിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നും അങ്ങോട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായി കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അങ്ങോട്ട് താഴോട്ട് റിവറാണ് ഇത് ഒഴുകുന്നത് ഇവിടെ കേട്ടോ.
അപ്പോൾ ഞങ്ങൾ ഇപ്പം ഏതാണ്ട് ആ ഡാമിൻ്റെ അടുത്തെത്തി. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും 2 പേര് ഡാമൊക്കെ കണ്ടിട്ട് ഇപ്പോൾ റേജിയും ജയമറൊക്കെ ഡാം വന്ന് കണ്ടതിന് ശേഷം അവരവിടെ നിൽക്കുവാണ്. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞു ഡാമിൽ വെള്ളമില്ല, ഷട്ടർ അടച്ചിട്ടേക്കാന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഞങ്ങൾ ഇവിടെ വരെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കയറി കാണാമെന്ന്. ദേ കണ്ടോ, ഇത് കണക്ക് പാലം കെട്ടിയിരിക്കുകയാണ്. കാരണം നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ ലോങ്ങിൽ ഇങ്ങനെ പാലം കെട്ടിയിട്ടേക്കുന്നത്. ഇതാണ് കണ്ടോ, ആ ഡാം ഇതാണ്. പക്ഷേ വെള്ളമില്ല. വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നേനെ. അവർ ഷട്ടർ തുറന്നിട്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നേനെ കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്നപ്പോൾ എല്ലാവരും ടയേർഡായി, ഇനി ആർക്കും മുന്നോട്ട് പോകാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് സെക്ഷനൊക്കെ ചെയ്തിട്ട് അതൊക്കെ നടന്നു കേട്ടോ തിരിച്ച്. ഇനിയും നടന്നു കഴിഞ്ഞാൽ കുറേ കൂടെ പോവാം കേട്ടോ. ഇവിടെ ഫിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ വന്ന് ഇവിടെ ഫിഷിംഗ് ചെയ്യും. ഒരു ഹോൾ ഡേ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ച് നടന്നു. അപ്പോഴത്തേക്കും തന്നെ ടയേർഡായി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും. പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ കണ്ട ഫ്ലവറാണ് കേട്ടോ. ഒരു വീടിൻ്റെ സൈഡിലായിട്ട്, വെളിയിലാണ് അത്, അവർ നട്ടതാണോ എന്തോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതേ ഇതാണ് കാണുന്ന റിവറാണ്. പക്ഷേ അതിൻ്റെ അകത്ത് മൊത്തം നമ്മുടെ ആമ്പലില്ലേ, അതാണ് കിടക്കുന്നത് കേട്ടോ. ആമ്പലിൻ്റെ ഇലയാണ് കിടക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നാട്ടിൽ ഉള്ള പോലെ. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞ് ഇത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇത് പൈൻ മരമാണ് കേട്ടോ. ഇത് മൊത്തം ഈ പാർക്കിലുള്ളതാണ്. അപ്പോൾ ഈ പൈൻ മരത്തിൻ്റെ കണ്ടോ, ആ ആണെങ്കിൽ നമ്മൾ ശരിക്കും ഡെക്കറേഷന് വേണ്ടി എടുക്കും. ക്രിസ്മസ് ഡെക്കറേഷനും അല്ലാതെ ഒരുപാട് ഡെക്കറേഷൻസിനൊക്കെ എടുക്കാറുണ്ട്. ഞാൻ കുറച്ച് എടുക്കണമെന്ന് വിചാരിച്ച് പിന്നെ അതങ്ങ് മറന്നുപോയി കൊണ്ടുവരാൻ. അപ്പോൾ നിറച്ചും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് തിരിച്ചെത്താറായപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ശിവവും രാജനും ഒക്കെ ഡാം കാണാൻ വേണ്ടി വരുന്നത്. ഞങ്ങളങ്ങോട്ട് പോയെന്നറിഞ്ഞാണ് അവർ വന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പോയി കണ്ടിട്ട് വാ, ഞങ്ങൾ എന്തായാലും വരുന്നില്ല, ടയേർഡായെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും തിരിച്ച് ഞങ്ങൾ നടന്ന് വന്ന്. അപ്പോഴത്തേക്ക് അടുത്ത വിശപ്പായി കേട്ടോ. നമുക്ക് വിശപ്പായിരുന്നു പാർക്കിൽ വന്നപ്പോൾ, അങ്ങ് വിശപ്പോട് വിശപ്പ്. അങ്ങനെ ആണുങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ കൂടിയിരുന്ന് സൊറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആഹാരത്തിനുള്ള പണി നോക്കാമെന്നുള്ള. അങ്ങനെ റൈസ് നൂഡിൽസാണ് കേട്ടോ ഇത്. അങ്ങനെ അപ്പോൾ പറഞ്ഞു നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ കഴിക്കാം, ഉച്ചയായി വരുന്നു. പിന്നെ കുട്ടികളാരും വന്നിട്ടില്ല കേട്ടോ. അവരൊക്കെ ഉച്ചയാകുമ്പോഴേ എത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവരെ കാത്തിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ വീണ്ടും നമ്മൾ അടുത്ത സെക്ഷൻ തുടങ്ങി. പാർക്കിൽ ഡാം വരെ പോയിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും ടയേർഡായി. അങ്ങനെ ഇത് ചീനിയാണ് കേട്ടോ. ചീനി നമ്മൾ കപ്പ കുറേ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കപ്പ കറി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചോറ് വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോറ് വെച്ചില്ല, എങ്കിലും കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മമാർക്ക് വേണ്ടി. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ കപ്പ കഴിക്കാൻ ഇങ്ങനെ പുളിയും മുളകൊക്കെ ഞവിടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫിഷ് കറി, ഇത് കിങ് ഫിഷ് കറിയും നത്തോലി കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സുവിശേഷമായിരുന്നു കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് എല്ലാവരും ഇഷ്ടം പോലെ കഴിച്ചു. കാരണം വൈകിട്ട് ബാർബിക്യൂ ഉണ്ട്. എപ്പോഴും നമ്മൾ ചോറൊക്കെ കൊണ്ടുവരും. പിന്നെ എല്ലാവരും ഇത്രയും ചോറൊന്നും കൊണ്ടുവരണ്ടെന്ന് ഇപ്രാവശ്യം പറഞ്ഞെങ്കിലും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം അമ്മമാർക്ക് മാത്രം കൊടുത്തു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നും ഓരോരുത്തർ ഇതെവിടെ ഇരുന്ന് കഴിക്കുന്ന കേട്ടോ. ഞാനും പിന്നെ കുറച്ച് ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ ഒരു നേരമെങ്കിലും ചോറില്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ. ഈ വന്ന എല്ലാവർക്കും ചോറ് വേണം. പക്ഷേ എന്നാലും ഇപ്രാവശ്യം നമ്മൾ ഇവരാരും എടുത്തില്ലെന്ന് തോന്നുന്നു. കുറച്ച് പേരെ ചോറ് കഴിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ലൂണ അതെൻ്റെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ലൂണയ്ക്ക് ഇപ്പോൾ ഒരു കൂട്ട് വരും കേട്ടോ. അത് വെയിറ്റ് ചെയ്യുകയാണ്, അത് കാണിച്ചു തരാൻ ഞാൻ വരുന്നുണ്ട്. പിന്നെ ടേബിളിൻ്റെ 2 മാറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാടില്ലായിരുന്നു, 2 ചെറിയ മാറ്റ്, അതൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, മാറ്റില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ടേബിൾ ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു വൃത്തിയായിട്ടിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മരത്തിൻ്റെ കീഴിലായിരുന്നു ഒരുപാട് എനിക്ക് ബെഞ്ച് ഡെസ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്നത്. പിന്നെ ഇത് നമ്മുടെ കരിക്ക് പായസമാണ് കേട്ടോ. അത് ഞാൻ വെച്ചതാണ് ഇതും. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ പായസമൊക്കെ കുടിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പായസം. എന്നാൽ ഒരുപാടില്ലായിരുന്നു, അങ്ങനെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എല്ലാവരും ടേസ്റ്റൊക്കെ ചെയ്തു. പിന്നെ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു, എല്ലാം അടച്ചു വെച്ചൊക്കെ. ഇനി ഞങ്ങൾ കുട്ടികളെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വരുന്നു ഷിബുവിൻ്റെ മോളും മോനും അവരുടെ പെറ്റിനെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇവർ 2 പേരും റിലേറ്റീവ്സാണ് കേട്ടോ. അപ്പോൾ ഈ 2 പേരും മറ്റേ പെറ്റിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇവർ 2 പേരും ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരാണ്. പക്ഷേ കണ്ടിട്ടിപ്പോൾ കുറച്ചായി. അപ്പോഴത്തേക്കും 2 പേരും കൂടെ അങ്ങ് സ്നേഹപ്രകടനം തുടങ്ങി. കണ്ടോ, ഞാനങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. എന്ത് രസമുണ്ട്. ഒരാളുടെ പുറത്തൂടെ കുത്തി മറിയുക കേട്ടോ. അങ്ങനെ കാരണം എന്തൊരു സ്നേഹമാണ് അവരൊക്കെ എന്നറിയോ.
കുറച്ചായി കണ്ടിട്ട്. അപ്പോഴതിൻ്റെ കുറേ സ്നേഹപ്രകടനമെല്ലാം ഞാനും വീഡിയോ എടുത്ത് ഒത്തിരി നേരം ഉണ്ടായിരുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ അവിടെ കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ കുട്ടികളുമൊക്കെ ചേർന്നു ആ സമയം. അപ്പോൾ ഇവർ വഴി തെറ്റി വേറെ ഏതോ പാർക്കിൽ പോയി. ഇവർ ചോദിച്ചില്ല കറക്റ്റ് ഏത് പാർക്കെന്ന്. വന്നപ്പോഴത്തേക്ക് ആക്രാന്ത മൂത്താണ് എല്ലാണോ വന്നത്. എല്ലാവരും അങ്ങ് വിശന്ന് തളർന്നു. അങ്ങനെ വന്ന പാടെ തന്നെ അതേ എല്ലാം കൂടെ ആഹാരത്തിൻ്റെ പുറത്തുകൂടെ അങ്ങ് കമന്ന് വീണു അന്ന് വേണം പറയേണ്ടത്. അങ്ങനെ കുറേ ചോറും മരിച്ചീനിയും പിന്നെ അവർക്ക് സാൻഡ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാൻഡ്വിച്ചും ചിക്കൻ സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അതെല്ലാം കൂടെ എടുത്ത് എല്ലാവരും കൂടെ ദേ ഇരുന്ന് കഴിക്കുന്നു. കാര്യം ടയേർഡായി അവർ ഇത് സൺഡേ ആയിരുന്നു ഞങ്ങൾ വന്നത് കേട്ടോ. പൊതുവേ സാറ്റർഡേ സൺഡേ ഒക്കെ ഇവർ പതുക്കെ ഉറക്കം എഴുന്നേക്കും. അതുകൊണ്ടാണ് ഇവർ ഞങ്ങളോട് വരാഞ്ഞത്. So blue, me pressing through. I can't forget the day we met. Your smile so bright, it made me swoon. Our love is like a summer's day, hot and endless in a magic way. Whenever I see you, all I can think is my summer love. Been waiting for you, my love. My summer love. Been waiting for you, my love. I can't forget the day we met. You looked so fly in your red Corvette. Your hair, your look, your everything. When I see it all, I knew that you were mine. I'm in love with your hair, your lips, your silhouette in the moonlight shine. With my love, you won't ever be alone. My summer love, been waiting for you, my love. Completely a fool, been waiting for you, my love. Head over heels, I'm blinded by what I feel. My love is forever yours. You have my heart, you have my soul, you have my whole, you have my control. Love me tender, love me sweet, with you I know that I'm complete. I'm in love with the summer's day, for you I'd give my life away. Never leave me, never let me go, my summer love. Been waiting for you, my love. My summer love, been waiting for you, my love. My love is forever yours. അങ്ങനെ ഇന്ന് ഒരു ഹോൾ ഡേ ഇവിടെ തീരാറായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ എത്തിയതാണല്ലോ, ഞങ്ങളൊരു 10:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ അതായത് സമയം ഏതാണ്ട് 7 മണി കഴിഞ്ഞു. അപ്പോൾ പാർക്ക് നിറച്ചും ആൾക്കാരാണ് കേട്ടോ. ഇപ്പം കാരണം സമ്മർ തീരാറായി വരെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കണക്ക് പിന്നെ ലോങ് വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും സാറ്റർഡേ സൺഡേസ് ഒക്കെ ആകുമ്പോൾ ഇത് കണക്ക് പാർക്കിൽ വരും കേട്ടോ. അങ്ങനെ ഇന്നിപ്പം ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടുള്ള ഒരു നല്ലൊരു ദിവസമായിരുന്നു. ബാർബിക്യൂ ഒക്കെ കഴിഞ്ഞു. ഇനി 8 o'clock നമുക്ക് ഇവിടെ പാർക്ക് ക്ലോസ് ചെയ്യും, ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പോകണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ. So blue, me pressing through. I can't forget the day we met. Your smile so bright, it made me swoon. Our love is like a summer's day, hot and endless in a magic way. Whenever I see you,